എന്റെടാ ഞാനൊരു കഥ പറയാം. ശരിക്കും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരാൾ എനിക്കൊരു സഹായം ചെയ്തു. എന്റെടാ സത്യം പറഞ്ഞ എന്തിനു പുള്ളി എന്നെ സഹായിച്ചു എന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. സമയം കിട്ടിയപ്പോ ഞാൻ പുള്ളിയോട് തന്നെ ചോദിച്ചു, എന്തിനെന്നെ സഹായിച്ചു? എന്നെ ഇതിനു മുന്നേ അറിയില്ല, എന്നെ കണ്ടിട്ടില്ല, എന്നെപ്പറ്റി ആരും താങ്കളോട് പറയാൻ ഒരു ചാൻസും ഇല്ല, പിന്നെ എന്തിന്? ഈ ചോദ്യത്തിന് പുള്ളി തന്ന ഉത്തരം, എടാ എന്റെ കിളി പോയി. അത് കേട്ട് ശരിക്കും എനിക്ക് കണ്ണു വരെ നിറഞ്ഞുപോയി. കഥ ഇങ്ങനെയാണ്. ഏകദേശം 20 വർഷം മുന്നേ പുള്ളി ന്യൂസിലാൻഡിൽ വന്നപ്പോൾ എല്ലാരെയും പോലെയും ആദ്യം ജോലിയില്ലായിരുന്നു. ആരുടെയൊക്കെയോ നന്മയും വീട്ടുകാരുടെ പ്രാർത്ഥനയും കൊണ്ട് ഒരു ജോലി കിട്ടി. ജോലി ഒരു റെസ്റ്റോറന്റിലെ ഹെൽപ്പറായിട്ടായിരുന്നു. ആൾക്ക് ഈ പണ്ടേ നാട്ടിൽ വെച്ച് ജിമ്മും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഈ ദാരിദ്ര്യമൊന്നും പെട്ടെന്ന് പുള്ളിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. ജോലിയൊക്കെ കഴിഞ്ഞ ഇതേ റെസ്റ്റോറന്റിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പാത്രത്തിൽ പുള്ളി കുറച്ച് ഭക്ഷണം എടുത്ത്, എന്റെടാ ഇത് കണ്ട മാനേജർ ഭക്ഷണം കൂടുതലാണ്, ഇത്രയൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുള്ളിയുടെ കൈ പിടിച്ച് ആ ഫുഡ് അങ്ങ് തിരിച്ചിടിപ്പിച്ച്. ഓഹ് എന്താലേ. തലകുനിച്ച് തിരിച്ചിറങ്ങുമ്പോൾ ചെയ്ത ജോലിയുടെ ശമ്പളം ചോദിച്ചു. അന്നൊക്കെ 1 മണിക്കൂറിന് $5 തന്നെ കുറവാണ്. അപ്പോഴാണ് 12 മണിക്കൂർ ജോലി ചെയ്തിട്ട് $5 എടുത്തു കൊടുത്തത്. എടാ വെറും $5. സത്യം പറഞ്ഞ വിശപ്പന്ന് കരയിച്ച്. അന്ന് ആ മഴയത്ത് കണ്ണു നിറഞ്ഞ് വീട്ടിലോട്ട് നടക്കും വഴി പുള്ളി ഒരു തീരുമാനം എടുത്തു. എന്നേലും കുറഞ്ഞത് 5 പേർക്കേലും ജോലി കൊടുക്കുന്ന ഒരു ബിസിനസ് തുടങ്ങണം. അവിടെ ഇങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അതെ, ഇന്ന് അദ്ദേഹം വലിയൊരു ബിസിനസ്മാനാണ്. അവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ളവരെ കാണുമ്പോൾ ശരിക്കും എവിടുന്നില്ലാത്ത ഒരു മോട്ടിവേഷനാണ്. ശരിക്കും പറഞ്ഞ ഇതൊക്കെ അല്ലടാ ഇൻസ്പിറേഷൻ.